ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന. 3-ാം ദിനം. പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്ന് ഇടയ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധയായ കന്യകാമറിയമേ, ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുന്നതിനും ഞങ്ങളേറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ. ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും. ഈ സമയം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവമഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫാത്തിമ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല റാണി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സംഭവം. മാലാഖയുടെ 3-ാം വെളിപ്പെടുത്തൽ. സ്ഥലം ലോക ദോ ക്യാബെക്കോ, പ്രഗ്യുറ. കൈകളിൽ കർത്താവിൻ്റെ തിരുരക്തം പേറുന്ന പാനപാത്രവും അതിനു മുകളിൽ കാണാൻ സാധിക്കുന്ന വിധത്തിൽ യേശുവിൻ്റെ തിരുശരീരമായ അപ്പവും ഏന്തിയാണ് 3-ാം വെളിപ്പെടുത്തലിൽ മാലാഖ ഇടയ ബാലകരായ ലൂസിയയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും അവൻ്റെ സഹോദരി ജസീന്തയ്ക്കും പ്രത്യക്ഷനായത്. തിരുവോസ്തിയിൽ നിന്ന് രക്തത്തുള്ളികൾ പാനപാത്രത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. 1916 ഒരു മഞ്ഞുകാലമായിരുന്നു അത്. പാനപാത്രവും തിരുവോസ്തിയും അന്തരീക്ഷത്തിൽ നിർത്തി മാലാഖ സാഷ്ടാംഗ പ്രണാമം നടത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഏറ്റവും പരിശുദ്ധ ത്രിയേക ദൈവമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു. ഞാൻ അങ്ങേക്ക് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു. ഇന്ന് ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും നടമാടുന്ന കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന പാപങ്ങളും യേശുക്രിസ്തുവിൻ്റെ പീഡകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയാണെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അപരിമേയമായ യോഗ്യതകളാൽ പാപികളുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം 3 തവണ പ്രാർത്ഥിച്ച ശേഷം മാലാഖ എഴുന്നേറ്റ് വീണ്ടും പാനപാത്രവും തിരുവോസ്തിയും കൈകളിലെടുത്തു. അതിനുശേഷം ലൂസിയയ്ക്കും ജസീന്തയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും തിരുവോസ്തിയും അതിനുശേഷം തിരുരക്തവും നൽകിക്കൊണ്ട് പറഞ്ഞു: ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്ന വലിയ നന്ദികേടിന് പരിഹാരമായി യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ തിരുരക്തം പാനം ചെയ്യുകയും ചെയ്യുക. അവരുടെ പാപങ്ങൾക്ക് പരിഹാരവും ദൈവത്തിൻ്റെ ഹൃദയം അനുഭവിക്കുന്ന വേദനയ്ക്ക് സാന്ത്വനമായും ഇത് ചെയ്യുക. വീണ്ടും ഭൂമിയിൽ സാഷ്ടാംഗം വീണ് മുൻപ് ചൊല്ലിയ പ്രാർത്ഥന മാലാഖ 3 തവണ ആവർത്തിച്ചു.
അതിനുശേഷം മാലാഖ അപ്രത്യക്ഷയായി. സുകൃത ജപം. ഏറ്റവും പരിശുദ്ധ ത്രിയേക ദൈവമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ത്രിയേക ദൈവമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ത്രിയേക ദൈവമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു.